ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബോട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തല്ല, ഇതാണ് നല്ല തുണി, അതിനകത്തല്ല, പകരം ലൈനിങ്ങിനകത്താണ് ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് തുണിയിൽ കട്ട് ചെയ്യും. അപ്പോൾ ലൈനിങ് ഒന്ന് നിവർത്തിടാന്ന് പറഞ്ഞാൽ 2 മടക്കായിട്ടൊന്ന് ഇടാം. അതുകൊണ്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. 2 മടക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. അത് 2 വശത്തും ബാക്കിലും ഫ്രണ്ടിലും വേണ്ടുന്ന രീതിയിലുള്ള ലൈനിങ് അതിൻ്റെ അടിയിലായിട്ട് കിടപ്പുണ്ട്. ഇതുപോലെ തുണിയിൽ വരയ്ക്കാൻ പറ്റുന്ന ചോക്ക് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഈ കളർ എടുത്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം നീളത്തിൽ മടക്കി അതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നുകൂടെ നടുക്കൂടെ മടക്കിയാണ് ഇട്ടേക്കുന്നത്. അതായത് 2 ബാക്കിലും ഫ്രണ്ടിലും ഉള്ള തുണിക്ക് വേണ്ടുന്നത് ഇതിനകത്ത് കിടപ്പുണ്ട്. അത് മടക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മടക്ക് ഈ ഭാഗത്താണ് വരുന്നത്. ആ മടക്കിൻ്റെ ഭാഗത്തു നിന്നാണ് മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത്. അപ്പുറത്തെ ഭാഗം ഓപ്പൺ സൈഡാണ്, മേളത്തെ ഭാഗം. അപ്പോൾ ഇവിടെ തോള് ഞാൻ മെഷർ ചെയ്യാണ്. എനിക്ക് 14 ഇഞ്ചാണ് തോള് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ തോളിൻ്റെ വീതി. ഇനിയുള്ള മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ആം ഹോള് നമുക്ക് മെഷർ ചെയ്യണം. എനിക്ക് 7.5 ഇഞ്ചാണ് വേണ്ടുന്ന ആം ഹോള്. അപ്പോൾ അത് ഞാൻ ആ 7.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഈ സ്കെയിൽ കൊണ്ട് ആം ഹോൾ അടയാളപ്പെടുത്തിയതും അതുപോലെ ഷോൾഡർ അടയാളപ്പെടുത്തിയതും തമ്മിൽ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ കളറായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റും. ഇനി ഇതാണ്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരണം. വരച്ചു. ഓപ്പൺ സൈഡിലോട്ടാണ് വരച്ചത്. അതായത് തുണിയുടെ മടക്ക് ഉള്ള ഭാഗമല്ല മേലിലുള്ളത്. മടക്ക് ഇവിടെ താഴെയാണ്. അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുത്തത്. അപ്പോൾ ഇനി ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് എനിക്ക് 36 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം, അതായത് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുരിദാറിൻ്റെ അളവെടുക്കുമ്പം ഒരിക്കലും ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ച് അളവെടുക്കരുത്. പകരം ഇച്ചിരി ഒന്ന് ലൂസ് ഇട്ടിട്ട് അളവെടുക്കുക. കാരണം നമുക്ക് ഷേപ്പ് വേണമെങ്കിൽ വീണ്ടും ഷേപ്പ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് കുറയും, ഭയങ്കര ഇറക്കമായിരിക്കും. പിന്നെ ഒന്ന് വണ്ണം കൂട്ടണമെന്ന് വിചാരിച്ചാലും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, 2 മിനിമം ആണ്, 2.5 3 ഒക്കെ കൊടുക്കാം. അപ്പോൾ ഒരു 2 2.5 3 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഇടുക. അവിടെ ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. അതായത് 9 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ബോട്ട് നെക്ക് നല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബോട്ട് നെക്ക് ആകുമ്പോൾ ഒരുപാട് ഇറക്കമൊന്നും വരത്തില്ല. അതുപോലെ കഴുത്തിൻ്റെ വീതി നല്ല വലുതായിരിക്കും. അതുപോലെ ഈ ഷോൾഡർ ഇത്രയൊക്കെ വരും, അതായത് 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഷോൾഡർ വരുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് വെട്ടുന്നത്. അത് മാത്രമല്ല എൻ്റെ ഫ്രണ്ടും ബാക്കും തോളിനും ഒക്കെ വ്യത്യാസമുണ്ട്. തോളിനും കഴുത്തിനും ഒക്കെ ഫ്രണ്ടും ബാക്കും വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ തോള് ചരിച്ച് വെട്ടില്ലേ, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തോള് ചരിച്ച് വെട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ കഴുത്തിന് എടുക്കുന്ന കണക്ക് ഒരു 3 ഇഞ്ച്, ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് എടുക്കുക. ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചരിച്ച്, അതായത് ഒരു 1/2 ഇഞ്ച് താഴോട്ട് വരുന്ന രീതിയിലൊന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് ചരിച്ച് അത് ആദ്യമേ അങ്ങ് വെട്ടണം. നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല. സാധാരണ കഴുത്തായിരുന്നെങ്കിൽ, അതായത് ബോട്ട് നെക്ക് അല്ലാത്ത സാധാരണ കഴുത്തായിരുന്നെങ്കിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ടേ ഈ പറഞ്ഞ ചരിവ് വെട്ടാറുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള അളവുകൾ ഞാൻ ഈ ഒരു ചുരിദാർ ഉപയോഗിച്ചിട്ടാണ് ബാക്കി താഴോട്ടുള്ള അളവുകൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ചുരിദാർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ചുരിദാറിൻ്റെ അകവശമാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ആ അകവശത്തിനെക്കാട്ടിലും വലിയ ഒരു അധികം ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ആ വെട്ട് വരുമല്ലോ, സ്ലിറ്റ് വരുന്ന ഭാഗത്ത്, അവിടെ ആ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ഞാൻ കുറച്ചും കൂടെ ഒരു ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് അധികമായിട്ട് എടുക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു 1 ഇഞ്ച് അധികമായിട്ട് ഞാനവിടെ എടുത്ത് മാർക്ക് ചെയ്തു. അതുപോലെ നമ്മുടെ ഈ ചുരിദാറിൻ്റെ തന്നെ സ്ലിറ്റും ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഈ രീതിയിൽ കൊണ്ടുവന്ന് വരയ്ക്കുക. തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഷോൾഡറൊക്കെ കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ചുരിദാർ കറക്റ്റായിട്ട് തന്നെ ഇട്ടേക്കണം. അപ്പോൾ അതായി ഒരു ഷേപ്പ് കിട്ടി. ഈ ഷേപ്പിലാണ് ഇനി കടുപ്പിച്ച് വരയ്ക്കാം. ആ സ്ലിറ്റ് വന്ന ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വര കിടക്കുന്നില്ല, അതാണ് സ്ലിറ്റ് വരുന്ന ഭാഗം. അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ച് കൊണ്ടുവരിക. ഇനി നമുക്ക് എനിക്കിനി ഷോൾഡറും കൂടെ വരയ്ക്കണം. അപ്പോൾ അതിനു മുമ്പ് ആ താഴ്ഭാഗം ഞാൻ അളന്ന് നോക്കുവാണ്. അത് നമ്മളുടെ ആ ഇടുപ്പ് വണ്ണം കിട്ടിയ ഭാഗത്തിനെക്കാട്ടിലും ഒരു 1.5-2 ഇഞ്ച് അധികം വേണം താഴ്ഭാഗത്ത്. അരവണ്ണം 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 കൂടി ഇട്ട് 11.5 അവിടെ മാർക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ താഴെയും 12 വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കൈക്കുഴി വരയ്ക്കാനായിട്ട് നമ്മൾ കൈക്കുഴി 7.5 എടുത്തത്. അപ്പോൾ ആ 7.5യുടെ ഏകദേശം ഒരു പകുതി, അതായത് 7.5യുടെ പകുതി എന്ന് പറയുമ്പോൾ ഒരു 3.25 വരും. അപ്പോൾ ആ 3.25 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം പകുതി എന്ന് തോന്നെടുത്ത് ആ ഒരു പോയിന്റ് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ആ 3.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ കൈക്കുഴിയുടെ വളവ് ഇങ്ങനെ വരയ്ക്കാൻ പോകുന്നത്. 3.25 മാർക്ക് ചെയ്തു. ഇനി ദാണ്ട് ഇവിടെ നിന്ന് ആ പകുതി വന്നെടുത്തുനിന്ന് വളച്ച് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഇല്ല നിങ്ങളുടെ കയ്യിൽ അതിൽ വളഞ്ഞ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാലും മതി. ആ മെഷറിങ് സ്കെയിൽ ഉണ്ടല്ലോ, ഒരു കർവുള്ളൊരു സ്കെയിൽ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വെച്ച് വരച്ചാലും മതിയാവും. ഇതങ്ങനെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വഴി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഷേപ്പിലാണ് കട്ട് ചെയ്ത് ബാക്ക് സൈഡാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഫ്രണ്ട് സൈഡ് ഉണ്ട്, അതൊന്നും കൂടെ നമുക്ക് വെട്ടണം. ഇപ്പം രണ്ടും ഒരുപോലെ ബാക്ക് സൈഡിൻ്റെ അളവിൽ അങ്ങ് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തൊന്നും ഇപ്പോൾ വെട്ടുന്നില്ല, അത് പിന്നെ വെട്ടുന്നുള്ളൂ. ഇപ്പോൾ ദാണ്ട് 2 തുണിയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിനകത്ത് ബാക്ക് സൈഡിലെ തുണിയുണ്ട്, ഫ്രണ്ട് സൈഡിലെ തുണിയുണ്ട്. അതുപോലെ ഇവിടെ കണ്ടോ ഒരു ലെവൽ വ്യത്യാസമുണ്ട്, അത് ഞാനൊന്ന് വെട്ടി ശരിയാക്കുകയാണ്. അതായത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, താഴത്തെ ആ തുണിയുടെ ലെവലിലോട്ട് ആക്കുവാണ്. തയ്യൽ തുമ്പൊക്കെ ആവശ്യത്തിന് വെട്ടിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടേ വെട്ടി കളയാവുള്ളൂ. ഇപ്പോൾ താഴ്വശം താണ്ട് ഈ തുണി ഇട്ട് വെച്ചപ്പോൾ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ലെവലിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് താഴ്ഭാഗം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇത്രയാണ്. അപ്പോൾ താഴത്തെ ഭാഗം കറക്റ്റ് ലെവലിൽ തന്നെ ഈ തുണി കിടക്കണം. അപ്പോൾ ഇവിടെ ഒരു വളവ് വരുന്ന രീതിയിലാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇതുപോലെ വെട്ടി ഒന്ന് ഇച്ചിരി വളച്ച് ചെറുതായിട്ടൊന്ന് വളച്ച് കൊണ്ടുവരണം. എങ്കിലത് കൃത്യമായിട്ട് താഴെ നല്ല ഇതായിട്ട് കിടക്കുള്ളൂ. ചെറുതായിട്ടൊന്ന് വളച്ചാൽ മതിയാവും. ഒരു അര ഇഞ്ച് മതിയാവും. തയ്യൽ തുമ്പ് പക്ഷേ കറക്റ്റായിട്ട് കിടക്കണം. എന്താ കണ്ടോ, ആ ചുരിദാർ പീസിനെക്കാട്ടിലും കുറച്ചും കൂടി താഴെയാണ് ഇപ്പം നമ്മൾ വെട്ടിയ ലൈനിങ് കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ കിടക്കണം. അത് തയ്യൽ തുമ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് സ്ലിറ്റ്, അതായത് സൈഡിൽ വരുന്ന സ്ലിറ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. കാരണം എല്ലായിടത്തും ഒരുപോലെ വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ച് മാർക്ക് ചെയ്ത്, ഫ്രണ്ടിലും ബാക്കിലും തുണി ഉണ്ട് കേട്ടോ, അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ജോയിനിങ് കൂടി ഒന്ന് വെട്ടാം. അവിടെ ഒരു ചരിവുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ വെട്ടിയില്ല, അതും കൂടി ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലുള്ള എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് തുണി ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതുപോലെ കണ്ടോ, അപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്. അപ്പോൾ ആ രീതിയിലാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്ത് സെപ്പറേറ്റ് കട്ടിങ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ സെപ്പറേറ്റ് തുണിയിൽ വെച്ച് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നില്ല, പകരം ലൈനിങ്ങിൽ തന്നെയാണ് ഞാൻ ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ അങ്ങ് കഴുത്ത് വെട്ടാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി വേണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു തുണി എടുത്തിട്ട് അതിനകത്ത് ക്യാൻവാസ് വെച്ച് വേണം തയ്ക്കാൻ.
ഇപ്പോൾ ഇവിടെ ഇച്ചിരി കട്ടി കുറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാക്ക് സൈഡ് എന്നുള്ളത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞല്ലോ വ്യത്യാസമുണ്ട്. കഴുത്തിന് നമ്മളിവിടെ 4.25 ഇഞ്ചാണ് കഴുത്തിന് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.25 ഇഞ്ച് നമുക്ക് തോൾ വണ്ണം വരും. അപ്പോൾ ഇവിടെ ഞാൻ ആ 4.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാണ്. നല്ല വലിയ വീതിയുള്ള കഴുത്തായിരിക്കും, കാരണം ബോട്ടിനൊക്കെ ആകുമ്പോൾ വീതി ഉണ്ടെങ്കിൽ ആ ഒരു ബോട്ട് ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം 4.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് സൈഡാണ് 4.25 ഇഞ്ച്. ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് ഫ്രണ്ടിൻ്റെത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇടുക. രണ്ടും ഒന്നിച്ചല്ല കട്ട് ചെയ്യുന്നത്, മാർക്ക് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ 4.25 ബാക്ക് സൈഡിൽ എടുത്തതെങ്കിൽ ഫ്രണ്ടിൽ അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ 4.5 ഇഞ്ചാണ്. 1/4 ഇഞ്ച് വ്യത്യാസം മതി. അപ്പം 4.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും വ്യത്യാസ അളവുകളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ തോളിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ, കാരണം എന്താ, പുറവിലുള്ളത് 2.25 ഫ്രണ്ടിലുള്ളത് 2.5 ഇഞ്ചും വന്നില്ലേ. അപ്പോൾ ആ വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ്, വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, തോള് താണ്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസം ഒന്ന് വരച്ചു വെക്കാം. 1/4 ഇഞ്ച് ആ തോളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് മതിയാവും. അപ്പോൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു അതൊന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഫ്രണ്ടിൽ മാത്രമാണ് 1/4 ഇഞ്ച് എടുത്ത് വരച്ചത്, കുഴിച്ച് വരയ്ക്കാണ്. അപ്പോൾ ഈ 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് നമ്മൾ കഴുത്തിൽ കൊടുത്തത്. അപ്പോൾ നമ്മുടെ തോള് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇവിടെ 4.5 ഇഞ്ചും ബാക്കിൽ 4.25 ഇഞ്ചും ആണ് എടുത്തത്. ആ 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മൾ ഫ്രണ്ടിലത്തെ ആ മോളിന് 1/4 ഇഞ്ച് വ്യത്യാസം നമ്മൾ എടുത്ത് വെട്ടാൻ പോകണം. ഇവിടെ ഒന്ന് എടുത്ത് വെട്ടാം. ഫ്രണ്ടിൽ മാത്രമേ വെട്ടുന്നുള്ളൂ, ബാക്കിൽ വെട്ടുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ബാക്ക് സൈഡ് ഇതിൽ നിന്നെടുത്ത് സെപ്പറേറ്റ് ചെയ്യാം. ബാക്ക് അങ്ങ് പോട്ടെ. അത് ഫ്രണ്ട് സൈഡ് മാത്രം അതൊന്ന് നേരത്തെ പറഞ്ഞ കണക്ക് ആ 1/4 ഇഞ്ചിൻ്റെ വരച്ച് വെച്ചെടുത്ത് നമുക്ക് ആം ഹോള് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് കയറ്റി വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കഴുത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ സെപ്പറേറ്റ് തുണിക്കകത്ത് ക്യാൻവാസ് വെക്കുന്നില്ല, ലൈനിങ്ങിൽ തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കട്ടി കുറച്ചും കൂടെ വേണം, കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തുണിയിൽ ക്യാൻവാസ് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഞാനത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് തുണിയിൽ ക്യാൻവാസ് വെച്ച് പിടിപ്പിക്കുന്നില്ല. പകരം എനിക്ക് അധികം കട്ടി വേണ്ട, അതുകൊണ്ട് ഞാൻ ക്യാൻവാസിന് വേണ്ടിയിട്ട് അങ്ങ് വെട്ടുകയാണ്. ഇപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ തുണി മാത്രമാണ് കിടക്കുന്നത്, ബാക്കിലത്തെ ഞാൻ മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ കഴുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഇവിടെ മാർക്ക് ചെയ്ത 4.5 ഇഞ്ചിൽ നിന്ന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യാം. താഴെ നമുക്ക് 4 ഇഞ്ച് മതിയാവും. 4 ഇഞ്ച് മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ. ബോട്ട് നെക്ക് ആയതുകൊണ്ടാണ് 4 ഇഞ്ച് മാത്രം വരുന്നത്. സാധാരണ കഴുത്തിൻ്റെ കണക്ക് 6 5.5 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 4 ഇഞ്ചും നമുക്ക് താഴെ മാർക്ക് ചെയ്ത 4 ഇഞ്ചും അതുപോലെ മേലെ മാർക്ക് ചെയ്ത 4.5 ഇഞ്ച്, ഫ്രണ്ടിലാണ് 4.5 മാർക്ക് ചെയ്തത്, അപ്പോൾ ഫ്രണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 4.5 ഇഞ്ചും കൂടെ ചേർത്ത് ഒരു ബോക്സ് പോലെ ഒന്ന് വരയ്ക്കാം. ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് വരയ്ക്കാം. ഇനി അവിടെ നിന്ന് നമുക്കൊന്ന് വളച്ച് വരയ്ക്കാം. അപ്പോൾ വളച്ച് വരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുഴിവൊന്നും വരണ്ട. കുഴിവ് വന്ന് അത് വട്ടക്കഴുത്തായി പോവും. കുഴിവില്ലാതെ ഒരു ചെറിയ ഒരു എന്ത് പറയുന്നത്, ഒരു ചെറിയ കർവ് മതി. ഒരുപാട് അങ്ങ് കുഴിവിലോട്ട് പോവണ്ട. ഈ രീതിയിലൊന്ന് വരച്ചെടുത്താൽ മതിയാവും. അത് ഞാനങ്ങ് കട്ട് ചെയ്യാണ്. അത് ക്യാൻവാസ് ഇതിൽ തന്നെ പിടിപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. ക്യാൻവാസ് ഞാൻ ലൈനിങ്ങിൽ തന്നെയാണ് പിടിപ്പിക്കുന്നത്, എന്നിട്ട് ഹെമ്മ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വെട്ടരുത്. നിങ്ങൾ സെപ്പറേറ്റ് തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വെട്ടാൻ പാടില്ല. ക്യാൻവാസ് വെട്ടി ഒരു തുണിയിൽ വെച്ചിട്ട് അതിനകത്ത് വെച്ച് ചേർത്ത് തയ്ച്ചിട്ടേ വെട്ടാവുള്ളൂ. അപ്പം ഞാനിത് വെട്ടുവാണ്. ഇനി ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് ബാക്കിലത്തെ തുണിയാണ്. അതും ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് നേരത്തെ അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 4.25 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 4 ഇഞ്ച് തന്നെയാണ് കഴുത്തിറക്കം. അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ബോക്സ് താണ്ട് 4 ഇഞ്ച് കഴുത്തിറക്കം എടുക്കും.
എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് വലിയ ഒരു കുഴിവ് വരാത്ത രീതിയിൽ വളച്ച് വരയ്ക്കുക. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി ക്യാൻവാസ് കട്ട് ചെയ്യാം. നമ്മൾ ഏത് ചുരിദാർ തയ്ച്ചാലും അതിന് ക്യാൻവാസ് വെച്ച് തേച്ച് വേണം തയ്ക്കാനെങ്കിൽ അതിന് നല്ല കട്ടി, ആ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല കട്ടിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മോശമായി പോകും, അത് വല്ലാതാവും, കഴുത്തിൻ്റെ ഭാഗമൊക്കെ അങ്ങ് വല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല തുണി, നമ്മൾ നല്ല ചുരിദാറുകൾ തയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് അതിനകത്ത് ക്യാൻവാസ് വെക്കണം. ഇവിടെ ഞാൻ നല്ല കട്ടിയുള്ള ക്യാൻവാസ് എടുത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ കണക്ക് വേറൊരു സെപ്പറേറ്റ് തുണി വെച്ച് തയ്ക്കാതെ ലൈനിങ്ങിൽ തന്നെ തയ്ക്കുന്നത്. ലൈനിങ്ങിൽ ആൾറെഡി നമ്മൾ കഴുത്ത് വെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് ആ ലൈനിങ് തന്നെ ഉപയോഗിച്ച് അതൊന്ന് പിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ ക്യാൻവാസ് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് കഴുത്ത് മാത്രമേ വെട്ടുന്നുള്ളൂ. കഴുത്തിൽ ആ ക്യാൻവാസ് വരയ്ക്കുന്നില്ല, വെട്ടി അങ്ങ് എടുക്കുവാണ്. വരച്ചാൽ അത് അവിടെ അതിൻ്റെ കളർ അവിടെ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരയ്ക്കുന്നില്ല, ഇങ്ങനെ വെച്ച് വെട്ടാം. മുട്ട് പിൻ വെച്ചിട്ട് പിൻ ചെയ്യാം, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. ഇനി ഈ ചരിവും കൂടി ഒന്ന് വെട്ടാം. അപ്പോൾ ഇനി ഈ തുണി അങ്ങ് മാറ്റാം. ക്യാൻവാസിനകത്ത് കഴുത്തിൻ്റെ അതേ അളവ് കിട്ടിയല്ലോ. അപ്പോൾ ഈ ക്യാൻവാസ് ഇനി വെട്ടുമ്പോൾ അതിനൊരു 1 ഇഞ്ച് മതിയാവും. കാരണം നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ തോൾ വണ്ണം എന്ന് പറയുന്നത് 2 ഇഞ്ചൊക്കെ വരും. അപ്പോൾ 1 ഇഞ്ച് മതിയാവും. 1 ഇഞ്ച് ഒരു നീളത്തിൽ ക്യാൻവാസ് ഇതുപോലൊന്ന് അതേ ഷേപ്പിൽ, നേരത്തെ വെട്ടി അതേ ഷേപ്പിൽ തന്നെ ഇതുപോലൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതാണ്ട് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈനിങ്ങിൽ വെച്ചൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻവാസിനകത്ത് 2 സൈഡാണുള്ളത്. ഒന്നൊരു തിളക്കമുള്ള ഒരു സൈഡുണ്ട്, അതിലാണ് പശപ്പുള്ളത്. അപ്പോൾ ആ തിളക്കമുള്ള സൈഡ് ആ ലൈനിങ്ങിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ ചേർത്ത് വെച്ച് തേക്കണം. അപ്പോൾ ലൈനിങ്ങിൽ ക്യാൻവാസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നല്ല തുണിയിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം. കഴുത്ത് വെട്ടണ്ട, കഴുത്തല്ലാതെ വെട്ടാം. അതുപോലെ തന്നെ നമ്മൾ വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അറ്റത്തൊക്കെ വെച്ചിട്ടായിട്ട് ഇതുപോലെ അറ്റത്തായിട്ട് മടക്കിയിട്ട് വേണം വെട്ടാൻ. അറ്റത്തായിട്ട് മടക്കിയിട്ട് വെട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ ആ തുണി അധികം വരികയും ചെയ്യും. അത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ലൈനിങ് ഇതുപോലെ ഒന്നിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ അളവ് തെറ്റിപ്പോവും. കറക്റ്റ് കണ്ട് ഇങ്ങനെ തന്നെ ആ മടക്കിൻ്റെ ഭാഗത്ത് തന്നെ ഇട്ട് ചെയ്യണം. നമുക്ക് തുണി ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും കൂടി നല്ലതാണ്. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ വന്നോളൂ, ചുളുക്കൊന്നും വരാത്ത രീതിയിൽ അയൺ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് വെച്ചൊന്ന് പിൻ ചെയ്യാണ്. ഇനി കഴുത്തിൻ്റെ ഭാഗം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഷേപ്പായിട്ട് തന്നെ വെട്ടിയെടുക്കും. അതായത് ആ തോൾ ഭാഗം തൊട്ടുള്ള ഭാഗം മാത്രമേ വെട്ടിയെടുക്കുകയുള്ളൂ. ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ആ സ്ലിറ്റിൻ്റെ ഭാഗവും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നേരത്തെ സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തായിരുന്നു ലൈനിങ്ങിൽ, അത് തന്നെ ഇപ്പോൾ നല്ല തുണിയിലും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അതാണ്ട് ഇവിടെ ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല ഷേപ്പിൽ. ആ കഴുത്ത് നമ്മൾ വെട്ടുകയില്ല, കഴുത്ത് തയ്ച്ചതിന് ശേഷം മാത്രമേ വെട്ടൂ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവാസ് നമ്മുടെ ലൈനിങ് തുണിയിൽ വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൽ ക്യാൻവാസ് വെക്കുന്നതൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തിടുക. ഇതാണ് കഴുത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ ക്യാൻവാസ് വെക്കുമ്പോൾ ക്യാൻവാസിന് തിളക്കമുള്ള ഭാഗം ഇത് ഇവിടെ തിളക്കമില്ല, ഇവിടെ തിളക്കമുണ്ട്. തിളക്കമുള്ള ഭാഗം ആ ലൈനിങ്ങിനോട് ചേർന്നിരിക്കണം. അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ക്യാൻവാസിന് ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് താഴോട്ട് വേണം, കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് വന്നെടുത്തുന്ന ഒരു 1/2 ഇഞ്ച് താഴോട്ട് വേണം നമ്മൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അയൺ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിൻ്റെ തുണിയുടെ നല്ല വശമാണ് നിങ്ങളിപ്പോൾ മേളിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ക്യാൻവാസ് പിടിപ്പിച്ച ആ ഒരു ലൈനിങ് കൊണ്ട് വെക്കാം. അതുപോലെ ഈ ലൈനിങ്ങിൻ്റെ മേളിലായിട്ടാണ് ക്യാൻവാസ് ഇരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് ചേർത്ത് വെച്ച് പിൻ ചെയ്യാം. അപ്പോൾ ഇനി ഈ കഴുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ തയ്ക്കാവുള്ളൂ.
സ്റ്റിച്ച് ചെയ്ത് വെക്കാവുള്ളൂ. അതാണ്ട് ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ. അങ്ങനെ ആ ബോട്ട് നെക്ക് മൊത്തം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, കഴുത്ത് മാത്രം. അപ്പോൾ അതാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വശമാണ്. ആ നല്ല വശത്താണ് ഈ ലൈനിങ്ങും ഈ സ്റ്റിച്ചിങ്ങിനും ചെയ്തേക്കുന്നത്. എങ്കിൽ തിരിച്ച് നമ്മൾ മറച്ചിടുമ്പോൾ അത് ഈ ലൈനിങ് അകത്തായിട്ട് വരുള്ളൂ. ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ മേൽഭാഗത്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതായി തയ്യൽ തുമ്പിൽ നമുക്ക് ചെറുതായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ഞാൻ ഈ തുണി ഒന്ന് തിരിച്ചിടാണ്. അപ്പം തയ്യൽ, അതായത് കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇതുപോലൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലുള്ളത് മാത്രമേ നമ്മളിപ്പോൾ തിരിച്ചിട്ടിട്ടുള്ളൂ. ഇതുപോലാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഫ്രണ്ട് നമുക്ക് വെച്ച് തയ്ക്കണം. അത് വേറൊരു രീതിയിലാണ്, അതായത് തോളിൻ്റെ തയ്യൽ പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ തോൾ എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ആ ബാക്ക് സൈഡിൻ്റെ നല്ല വശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അതിൻ്റെ ആം ഹോള്, ഇത് കഴുത്ത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ദാണ്ട് ഇത് നല്ല വശമാണ്, ഫ്രണ്ടിലെ തുണിയുടെ നല്ല വശമാണ്. അത് ഈ നല്ല വശത്തോട്ട്, ബാക്ക് സൈഡിലെ തുണിയുടെ നല്ല വശത്തോട്ടൊന്ന് ചേർത്ത് വെക്കാം. ഇതുപോലെ വെച്ച് ദാണ്ട് ആ ലൈനിങ് ആ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. അതായത് നമ്മളുടെ ഫ്രണ്ടിലത്തെ ആ ഒരു തുണിയുടെ ആ നല്ല തുണിയും ലൈനിങ്ങും കൂടെ ഇതിനെ മൂടി വരുന്ന രീതിയിൽ വരണം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട്. അന്നേരം നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക. കറക്റ്റ് ലെവലിലൊക്കെ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തോള് ഭയങ്കര മോശമായി പോകും. അതിൻ്റെ അളവൊക്കെ തെറ്റും, ഏറെയും കുറഞ്ഞും ഒക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഏറെയും കുറഞ്ഞൊന്നും ആയിപ്പോരുത്, രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചു. ഇത് ബാക്കിലത്തെ തുണി, ഇത് ഫ്രണ്ടിലത്തെ തുണി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ മടക്കി വെച്ച്, അപ്പോൾ ഇതിൻ്റെ ആ കൈക്കുഴിയുമൊക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കണം. നമ്മുടെ കൈക്കുഴിയുടെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ ആ ലെവലിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ഇതൊന്ന് തോള് തമ്മിലൊന്ന് ചേർത്ത് തയ്ച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അതേ ലെവലിൽ തന്നെ ഇവിടെ തയ്ക്കാം. ഒരു 1/2 ഇഞ്ചിൻ്റെ തയ്യൽ മതിയാവും. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മതിയാവും. ആ രീതിയിൽ വെച്ച് തയ്ക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ലോക്കായി വന്നോളും. തോളിൽ തയ്യലൊന്നും കിടക്കത്തില്ല, തയ്യൽ തുമ്പൊന്നും കിടക്കത്തില്ല. തോളിലുള്ള തയ്യൽ കറക്റ്റ് ലോക്കായി തന്നെ അങ്ങ് വന്നോളും. അപ്പോൾ ഇതുപോലെ വെച്ച് 2 തോളും നമുക്ക് തയ്ക്കാം. ഇതുപോലെ തയ്ക്കാം. അപ്പോൾ ദാണ്ട ഈ തോളിൻ്റെ ഞാൻ 2 വട്ടം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്ത തോൾ ഇതുപോലെ തന്നെ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം തോൾ നിങ്ങൾക്ക് തിരിഞ്ഞു വരും. ഇത് ബാക്ക് വശത്തെ തുണി, അത് ഫ്രണ്ടിലെ തുണി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലത്തെ തുണിയുടെ അകത്തോട്ട് ബാക്കിലത്തെ തുണി വെച്ച് അത് ഇതുപോലെ ഒന്ന് മടക്കാം. തോൾ ചേർന്ന് വരുന്ന രീതിയിൽ, നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് വെക്കാം. വെച്ചിട്ട് അതൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ശരിയാക്കി ഇടുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതാ കണ്ടോ, ലോക്കായിട്ടുണ്ട്. കണ്ടോ, തയ്യൽ അറിയാനേ പറ്റില്ല, ലോക്കായി ഇരിക്കും. ഇപ്പുറത്തും അതുപോലെ തന്നെ ലോക്കായി ഇരിപ്പുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് തയ്യൽ.
രണ്ട് ലോക്കാണ്. തയ്യൽ തുമ്പ് ഒന്നും വെളിയിൽ കാണില്ല. അപ്പോൾ നമുക്ക് കൈയും കൂടെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് ഒന്നും വെളിയിൽ കാണില്ല. നല്ല ലോക്കാണ്. ഇത് ഫ്രണ്ട്, ഇത് തയ്യൽ കണ്ടോ, തയ്യൽ ആ ഫ്രണ്ടിൻ്റെ അടുത്താണ് ആ കട്ടിയായിട്ട് വരുന്നത്. ഫ്രണ്ട് ഭാഗത്താണ് കട്ടിയായിട്ട് വരുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം, ഇപ്പുറത്തത് ബാക്ക് സൈഡ്. അപ്പോൾ ഇനി ഇതാ നമുക്ക് ഈ കഴുത്ത് മൊത്തം ഒന്ന് തയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ തോളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി തയ്ച്ച് ഇത് മൊത്തം ഈ റൗണ്ട് ഇപ്പുറത്തും പുറവിലും കൂടെ വന്ന് ഈ തോൾ, അതായത് എവിടെ നിന്നാണ് തുടങ്ങി അവിടെ വെച്ചിട്ട് അവസാനിക്കണം. അങ്ങനെ ഒരു ഒറ്റ തയ്യൽ നമുക്ക് തയ്ക്കണം. എങ്കിലേ അതിൻ്റെ കഴുത്ത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ദാണ്ട നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തയ്യൽ ദാണ്ട ഇവിടെ കണ്ടോ സൈഡിൽ ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഇതാ ഒരു തയ്യലുണ്ട്. അപ്പോൾ സെയിം കളറിലെ നൂലിട്ടല്ലേ തയ്ക്കാൻ പറ്റും, അതുകൊണ്ടാണ് അത്രയും കാണാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ കണ്ടോ നമ്മുടെ ക്യാൻവാസിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്കൊന്ന് ഹെമ്മ് മാത്രം ഒന്ന് ചെയ്താൽ മതിയാവും. ഹെമ്മ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നെടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ ആ രീതിയിൽ ഞാൻ അകത്ത് ഹെം ചെയ്യുന്നുണ്ട്. ഹെമ്മിങ്ങും കൂടെ ആകുമ്പോൾ നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ട്, അതായത് നമുക്ക് വേണ്ടുന്ന രീതിയിലായി കിട്ടും. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ബാക്കി തുണി എടുക്കുക. അതിന് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. അപ്പോൾ ഞാനിതൊരു അറ്റത്തുനിന്നേ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ബാലൻസ് തുണി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിത് ഒരു വട്ടം മടക്കിയിട്ടേക്കാണ്. ഇനി അതിനെ നമുക്ക് ഒരു വട്ടം കൂടെ ഇങ്ങനെയും കൂടി ഒന്ന് മടക്കാം. അപ്പോൾ അത് 4 മടക്കായി 2 സ്ലീവിനും കൂടെ ഉള്ളത് നമുക്കിതിനകത്തുനിന്ന് കിട്ടും. സ്ലീവ് ലെങ്ത് ഞാൻ 13 ഇഞ്ചസാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പോടെ ചേർത്തിട്ടാണ് 13 ഇഞ്ച്. അതായത് ഷോൾഡറിൽ വരുന്ന തയ്യൽ തുമ്പും അതുപോലെ തന്നെ കൈയുടെ താഴെയായിട്ട് വരുന്ന സ്ലീവിൻ്റെ താഴെയായിട്ട് വരുന്ന തയ്യൽ തുമ്പും കൂടെ ഉൾപ്പെടെ 13 ഇഞ്ചസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം. ആമോളിൽ എനിക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. ഞാനപ്പോൾ ആ 9 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ കറക്റ്റ് ഈ തുണി 9 ഇഞ്ച് വരെ ഉണ്ട്. അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ആ 13 ഇഞ്ച് കിട്ടിയെടുത്ത് നിന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച്, പൊതുവെ എല്ലാവർക്കും 3 ഇഞ്ച് മതിയാവും. അത് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയും. ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ക്യാപ്പ് ഹൈറ്റ് ഒക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മേളിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതാണ്ട് അവിടെ ഒന്ന്. അപ്പോൾ ആ 3 ഇഞ്ചിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വര കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഈ ഒരു സ്കെയിലുണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് വളച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതിയാവും. കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് വളച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ വളച്ചൊന്ന് മാർക്ക് ചെയ്യാണ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഡ്രസ്സിൽ കിട്ടിയ കൈക്കുഴിയുടെ അളവും കൂടി ഇതുപോലെ ഒന്ന് എടുക്കണം. അത് മൊത്തത്തിൽ എടുക്കുക റൗണ്ടിൽ. അപ്പോൾ അതെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മെഷർ ചെയ്ത് എനിക്ക് 10 ആയിട്ട്, 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി 20. അപ്പോൾ അത് കൈക്കുഴിയുടെ അളവിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ കൈക്കുഴിയുടെ അളവിൻ്റെ അത്ര ആയിരിക്കണം. ഈ താഴ്ഭാഗത്ത് എനിക്ക് വേണ്ടുന്നത് 5.5 വേണ്ടുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 2.5 1.5 തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. അത് ചേർത്ത് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. അത് ആ കൈയുടെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു കട്ട് കൊടുത്താൽ മതിയാവും. സെൻറ്റർ മാർക്ക് ചെയ്ത് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് 2 സ്ലീവ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും ഒരുപോലെ, അതായത് നല്ല വശം ചേർത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. നല്ല വശം ചേർത്ത് തന്നെ വെക്കണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ഫ്രണ്ടിന് കയറ്റി വെട്ടാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ നല്ല വശം ചേർത്തിട്ടേക്കാണ്. ഒന്നുകിൽ നല്ല വശം ചേർത്തിടുക, അല്ലെങ്കിൽ മോശവശം ചേർത്തിടുക. ഇപ്പം ഞാൻ മോശവശം രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടേക്കാണ്. ഇത് നല്ല വശമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മോശവശം ഇതുപോലെ ചേർത്തിട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ആ മാർക്ക് ചെയ്തായിരുന്നല്ലോ സെൻറ്റർ, ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് സെൻറ്റർ മാർക്ക് ചെയ്തതുണ്ട് അവിടെ. ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതുപോലൊന്ന് കുഴിച്ചൊന്ന് വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ചാൽ മതിയാവും. അതുപോലെ 1/2 ഇഞ്ചും വേണ്ട, ഒരു 1/2 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും. അത്രയും കുഴിച്ച് വരയ്ക്കുക.
അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ ടോപ്പിലോട്ട് കൈ വെച്ച് ചേർക്കാം. അതുകൊണ്ട് ഇതാണ് നമ്മൾ വെട്ടി വെച്ച കൈ, ഇത് വെച്ച് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് നല്ല കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സൂം മാറ്റി തരാം. ദാണ്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ദാണ്ട് മേലിൽ കാണുന്നത് മോശവശമാണ്. അതുകൊണ്ട് നമ്മുടെ നമ്മളിട്ട വെട്ടുണ്ടല്ലോ, ആ വെട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇത് മോശവശമാണ്, ഇത് നല്ല വശമാണ്. അപ്പോൾ ഈ നല്ല വശവും ഈ ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വേണം വെക്കാൻ. ഇതുപോലെ. അതുപോലെ ശ്രദ്ധിക്കണം, നമ്മുടെ ആ വെട്ട് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്ത നടുക്ക് ഭാഗം, അത് താണ്ട ഈ ഒരു തോളിൻ്റെ തയ്യലിൻ്റെ അടുത്ത് തന്നെ വരണം. ആ രീതിയിൽ വെക്കണം. അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഈ തോളിൻ്റെ തയ്യലിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു വെട്ട് വരണം, ഒരേ ലെവലിൽ നിൽക്കണം. കണ്ടോ, ഇങ്ങനെ നിൽക്കണം. എങ്കിലേ നമുക്ക് തയ്യൽ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് തയ്ക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരും. അപ്പോൾ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോലെ വിട്ടാൽ മതി. അങ്ങനെ തയ്ച്ച് വേണം വരാൻ. നടുക്കുന്ന തയ്ച്ച് ഒരു സൈഡിലോട്ട് തയ്ച്ച് വരണം. ഈ നടുക്കുന്ന തയ്ച്ച് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് തയ്ച്ച് ഇങ്ങോട്ട് വരണം. അവിടെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തയ്ച്ചതിന് ശേഷം തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടും കൂടി തയ്ക്കണം. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് തുടങ്ങരുത്. നടുക്കുന്ന തയ്ച്ച് ഒരു സൈഡിലോട്ട് തയ്ച്ച് തീരുക, എന്നിട്ട് പിന്നെ തിരിച്ചു തയ്ച്ച് അപ്പുറത്തെ സൈഡിലോട്ടും വരണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കറക്റ്റ് നടുക്കായിരിക്കണം. നല്ല വശം ചേർത്ത് വെക്കണം. അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അങ്ങോട്ടും തയ്ക്കണം, തിരിച്ച് ഇങ്ങോട്ടും തയ്ക്കണം. ഇതുപോലെ അങ്ങോട്ടും തയ്ക്കണം, അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും ഈ സൈഡിലോട്ടും തയ്ക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കണം. അപ്പം ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ തോള് ചേർത്തത് ഇവിടെ ഉണ്ട്. ഞാൻ ആ തോളിൻ്റെ ഭാഗത്തു നിന്നാണ് തയ്ച്ചു തുടങ്ങി. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. തയ്യൽ ഇവിടെ നിന്ന് അങ്ങോട്ടും തയ്ച്ചു, പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും തയ്ച്ചു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം തയ്ക്കാൻ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ തയ്യൽ തുമ്പ് ഞാൻ അര ഇഞ്ച് തന്നെയാണ് എടുത്തത്. ഇവിടെ നമുക്കൊരു ലോക്കും കൂടെ കൊടുക്കണം. അതായത് അവിടെ ഒരു തയ്യലും കൂടി ഒന്ന് വളച്ച് തയ്ക്കണം. സാധാ മെഷീൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇലക്ട്രിക് മെഷീൻ ആയിരുന്നെങ്കിൽ നമുക്ക് സാധാ ഇലക്ട്രിക് മെഷീൻ്റെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് സാധാ മെഷീനാണ്. ഞാൻ വളച്ചൊന്ന് ലോക്ക് ചെയ്തു. ഇതുപോലെ ഒന്ന് വളച്ച് തയ്ച്ച് ലോക്ക് ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട്. സാധാ മെഷീനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ തയ്യൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷനായിട്ട് വല്ലോ കൊള്ളുന്ന കണക്കമൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് അങ്ങ് അഴിച്ചു കളഞ്ഞേക്കണം. 2 കൈ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 കൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തതാണ്. കൈയുടെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മടക്കി തയ്ച്ചത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. 2 തയ്യലുണ്ട്. ഒന്ന് മടക്കി തയ്ച്ച ഭാഗത്തും പിന്നെ താഴെ ഒരു എക്സ്ട്രാ തയ്യലൂടെ കൊടുക്കുമല്ലോ, അങ്ങനെ 2 വട്ടം തയ്ച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മടക്കിയിടുന്നത് എനിക്ക് ഷേപ്പ് വരയ്ക്കാൻ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിനാണ് ഞാൻ മടക്കിയിടുന്നത്. നിങ്ങൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ നേരെ ഇട്ടിട്ട് അങ്ങ് ഷേപ്പ് വരച്ചോളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിങ്ങനെ മടക്കി ഇട്ടിട്ട് ഷേപ്പ് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത് നമ്മളുടെ കറക്റ്റ് അളവ് തന്നെ എടുത്ത് വരയ്ക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ഒരുപാട് ഇറക്കി പിടിച്ചൊന്നും എന്ത് ചെയ്യരുത്, ഷേപ്പിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു ഇടുപ്പ് ഭാഗത്ത് നമുക്ക് ലൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ലൂസ് ഭയങ്കര ഇറക്കി പിടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. അതുകൊണ്ട് കഴിവതും ഒന്നെങ്കിൽ അളവെടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഒന്ന് ലൂസ് ആക്കിയിട്ട്, അതായത് ഒരുപാട് ടൈറ്റ് ആക്കാതെ വേണം അളവെടുക്കാൻ. അല്ല നമ്മുടെ അളവ് തുണിയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഏതെങ്കിലും ഒരു തയ്ച്ച ചുരിദാറുണ്ടെങ്കിൽ അതിട്ടിട്ട് അളവെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ അളവ് ഉപയോഗിച്ചിട്ട് അളവെടുക്കുക. എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 മതിയാവും. ഞാനിവിടെ 5.5, 6 എടുക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്യാണ്. 5.5 ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറക്കി എടുക്കുകയാണെങ്കിൽ 5 വേണം. അപ്പോൾ ഞാൻ ഇവിടെ അരയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ കൈയൊക്കെ ആകുമ്പോൾ വീണ്ടും ഷേപ്പ് ചെയ്യാം. ഈ ഇടുപ്പിലെ വണ്ണമാണ്, അതായത് വെട്ട് വരുന്ന ഭാഗത്തെ വണ്ണമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് നമുക്ക് പിന്നീട് ഷേപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് അകത്തോട്ട് അടിക്കാനോ അല്ലെങ്കിൽ പുറത്തോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇറക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഇടുപ്പിലെ വണ്ണം കൃത്യമായിട്ട് തന്നെ എടുക്കുക. ഇനി ഇവിടുത്തെ അളവ് അതെനിക്ക് 7 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പോൾ അത് ഞാൻ 7 ഇഞ്ച് കൊടുക്കുവാണ്. ഇത്ര എനിക്ക് അധികമാണ്, കൈയൊക്കെ ആയതുകൊണ്ടാണ് അധികമാണ്.
പിന്നെ വീണ്ടും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2 തയ്യൽ കിട്ടും. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഫസ്റ്റ് തയ്യൽ ആയതുകൊണ്ട് കുറച്ച് ലൂസ് ഇട്ടെടുക്കാം. അടുത്തത് നെഞ്ചുവണ്ണം എനിക്ക് 36 ഇഞ്ചായിരുന്നല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 4/1 ആയിട്ടുള്ള 9 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് 36 ഇഞ്ച് 9 ഇഞ്ച് എന്നുള്ളത് പറഞ്ഞാണ്. അപ്പോൾ 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. വയറ് ഭാഗത്ത് 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ ഏകദേശം 8.5 ഇഞ്ച്. 8.5 ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി അരവണ്ണമാണ്. അരവണ്ണം കൃത്യമായിട്ട് എടുക്കുക, എങ്കിൽ മാത്രമേ വെട്ട് വരുന്ന ഭാഗത്ത് കൃത്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അത് 40 എനിക്ക് വേണ്ടുന്നത്. ഞാൻ ആവശ്യത്തിന് ലൂസ് ഇട്ടെടുത്തപ്പോഴാണ് 40 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നേരെ വെച്ചൊന്ന് ഇതുപോലൊന്ന് വരയ്ക്കാം. നമുക്ക് കിട്ടിയ ആ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് വളച്ച് വരയ്ക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വരയിട്ട് കൊടുത്തേക്കാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമുക്ക് ഉള്ള പോയിന്റ്. ഇനി ഇപ്പുറത്തും ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡ് മാർക്ക് ചെയ്ത പോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സ്റ്റിച്ച് രണ്ടിടത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് രണ്ടും സ്ലിറ്റ് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം. അതാണ്ട് നമ്മുടെ ടോപ്പ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയും വണ്ണമൊന്നും ഇല്ല കേട്ടോ, നമുക്കിനി ഷേപ്പ് അടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇവിടെയാണ് തയ്യൽ വന്നേക്കുന്നത്. നമുക്കിവിടെ സ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിൽ ഞാനൊന്ന് മാറ്റിയിടാണ്. ഇവിടെയാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മടക്കിയിടാം. മടക്കിയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്നല്ല മടക്കിയിട്ട് ചെയ്യണ്ട. ഞാനിവിടെ വീഡിയോയിൽ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ കണ്ടോ, അവിടെയാണ് നമ്മുടെ തയ്യൽ വന്ന് ഇവിടെയാണ് സ്ലിറ്റ് വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഞാൻ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് മുമ്പ് ഭയങ്കര പാടുള്ളൊരു സംഭവമാണ് ഈ സ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് എപ്പോഴും തേച്ചിട്ട് ഇതുപോലുള്ള തുണിയാണെങ്കിൽ ഞാൻ തേച്ചിട്ട് ചെയ്യും. അല്ല കുറച്ച് വഴുവഴുപ്പുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്തിട്ട് ചെയ്യും. എങ്കിലും സ്ലിറ്റ് ശരിയായിട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വളവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അതുകൊണ്ട് ഈ മോഡൽ തുണിയായിട്ട് നമുക്കിത് അയൺ ചെയ്തുകൊണ്ട് ചെയ്യാം. ആ മടക്ക് വെച്ച് നമുക്ക് അയൺ ചെയ്യാം. അപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇവിടെയല്ലേ നമ്മുടെ തയ്യലുള്ളത്, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കാൻ. കണ്ട ലൈനിങ്ങും ഒരു തുണിയും കൂടെ ഇവിടെയാണ് നമുക്ക് സ്ലിറ്റ് വരേണ്ടത്. അപ്പോൾ അത് ഈ രീതിയിലൊന്ന് മടക്കണം. അപ്പോൾ ഇതാണ്ട് മടക്കുന്നതിന് മുമ്പ് നമുക്ക് താഴ്വശത്തെ ഇവിടെ കണ്ടോ, അവിടെ തയ്യലുണ്ട്. അപ്പോൾ അത് താഴ്വശത്തെയും കൂടി നമുക്ക് എത്ര ലെവൽ വേണമെന്നൊന്ന് അളന്നൊന്ന് പോയിന്റ് ചെയ്ത് വെക്കാം. ഇതാണ് ഇവിടെ താഴ്വശം എനിക്ക് 12 ആയിരുന്നു വേണ്ടുന്നത്. അതവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്തായാലും നമ്മൾ നേരത്തെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടും, അതിനകത്ത് ഡൗട്ട് വേണ്ട. അപ്പോൾ 12 ഇഞ്ച് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നും മാർക്ക് ചെയ്തു. അപ്പോൾ 12 കിട്ടിയത് വരെ ഒന്ന് ആ സൈഡിലത്തെ തയ്യൽ തൊട്ട് 12 കിട്ടിയത് വരെ ഒന്ന് ഇങ്ങനെ മടക്കി ഒന്ന് വെക്കാം. ഇതുപോലെ. അപ്പോൾ പ്രസ് ചെയ്യണ്ട, അയൺ ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ അത്രയും അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് മടക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ മടക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അകത്തോട്ടും കൂടി ഒന്ന് മടക്കുക. അറിയാലോ, നമ്മുടെ ഏതൊരു ചുരിദാറിൻ്റെയും സൈഡത്തെ സ്ലിറ്റ് ഒന്ന് നോക്കിയാൽ മതി അത് എങ്ങനെയാണ് മടക്കി തയ്ച്ചേക്കുന്നതെന്ന്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മടക്കാൻ പോകുന്നത്. അതൊന്ന് അയൺ ചെയ്തേക്കാം. ഇതുപോലെ ഒന്ന് മടക്കി എന്നിട്ട് അതിനെ അകത്തോട്ടൊന്ന് മടക്കണം. ഇത് ചുരിദാറിൻ്റെ അകവശമാണേ, കാണുമ്പോൾ അറിയാലോ തയ്യൽ തുമ്പൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇത് അകത്തോട്ടൊന്ന് മടക്കണം. ഇതുപോലെ വെച്ച് മടക്കി ഒന്ന് അയൺ ചെയ്യാം. അപ്പോൾ അതാണ്ട് ഞാൻ അയൺ ചെയ്യാനായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്.
ഇതുപോലെ മടക്കുക. നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് വെച്ച ഒരു പാടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ ഒന്ന് മടക്കണം. എന്നിട്ട് അതൊന്ന് അയൺ ചെയ്യാം. ആ വര കൃത്യമായിട്ട് അടക്കാനാണേ. ഇനി ഇത് അകത്തോട്ടൊന്ന് മടക്കണം. ഇതുപോലെ ഒന്ന് മടക്കണം. എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ മടക്കണം, എങ്കിലേ അതിന് ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഒന്ന് മടക്കി അതും ഒന്ന് അയൺ ചെയ്യാം. അങ്ങനെ ആ തയ്യൽ തുമ്പ്, അതായത് തയ്യലിൻ്റെ ഭാഗം ഉണ്ടല്ലോ നേരത്തെ മേളത്തെ, ആ ഭാഗം വരെ നമുക്ക് ഇതുപോലെ മടക്കി 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 വെക്കണം. അപ്പോൾ അതാണ് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ 4 സ്ലിറ്റ് ഇതുപോലെ തന്നെ തേച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മളിത് എടുപിടിയെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ട് വലിച്ചു പിടിച്ച് തയ്ച്ചിട്ട് ഒന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ തയ്യൽ അവസാനിക്കുന്നിടത്ത് വെച്ചിട്ടാണ് ഞാൻ മടക്കിയത്. അതൊന്നും നിങ്ങൾക്ക് മാറിപ്പോകരുത്. പിന്നെ 4 ഭാഗവും ചെയ്തിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ 4 ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ്ട് ഈ രീതിയിൽ നമുക്ക് അയൺ ചെയ്തെടുത്തത് കൊണ്ട് ആ വര അതുപോലെ തന്നെ കിടന്നോളും. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ തയ്ക്കാൻ. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് നിന്ന് തയ്ച്ചു വരാം. ഇതാണ് നോക്കിക്കോ, ഈ സൈഡിൽ ഞാൻ തയ്ച്ചു. അപ്പം നമ്മുടെ സൈഡിലത്തെ തയ്യൽ വരുന്നിടം വരെ ഒന്ന് ഇത് തയ്ക്കണം. അതിനുശേഷം താണ്ടി ചേർപ്പ് വരുന്നിടത്ത് നമ്മളൊന്ന് ഇതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഇവിടെ ഒരു വര പോലെ തയ്ക്കണം, ഒരു ബോക്സ് പോലെ. നോക്കാം, ഞാൻ ഈ തുണിയൊന്ന് തിരിച്ചിടുവാണേ. താണ്ട ഇങ്ങോട്ടൊന്ന് ചരിച്ചിട്ടു, തിരിച്ചല്ല, തിരിച്ചു മറിച്ചല്ല, ചരിച്ചിട്ടു. എന്നിട്ട് താണ്ട ഈ തയ്യലിൽ നിന്ന് എവിടെ തയ്ച്ചു വെച്ചേക്കുന്നത്, അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്ത് നമുക്ക് സ്ലിറ്റാണ്, അത് മടക്കേണ്ടതാണ്. സ്ലിറ്റ് ഒന്ന് നമ്മൾ തേച്ച് മടക്കുണ്ടല്ലോ, ആ അയൺ ചെയ്ത് വെച്ചേക്കുന്ന മടക്കം തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് ലെവലിടണം കേട്ടോ. കറക്റ്റ് അതൊരു നല്ല കറക്റ്റ് ഒരു ലൈനായിട്ട് തന്നെ അത് വരണം, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം. വളവൊന്നും വരാൻ പാടില്ല. വളവ് വന്നാൽ അത് ആ സൈഡിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ലെവലിലൊക്കെ ഈ സ്ലിറ്റിനുണ്ട് നല്ല ലെവലിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് തയ്ച്ചു വരാം. അപ്പോൾ ആ സൈഡിലത്തെ ചേർപ്പിൻ്റെ അതേ ഭാഗത്ത് തന്നെ ആയിരിക്കണം. അതിനേക്കാളും മേളിൽ നിന്നാലും കുഴപ്പമില്ല, പക്ഷെ ആ ചേർപ്പിൻ്റെ താഴെ നിൽക്കരുത്. ആ ചേർപ്പിന് തൊട്ട് മേളിലായിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രോസിന് തയ്ച്ചെടുക്കാം. ഇതുപോലെ അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ഇനി വീണ്ടും തിരിക്കാം. എന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചേക്കുന്ന അവിടെ നിന്ന് താഴോട്ട് അങ്ങ് തയ്ക്കാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ 2 സ്ലിറ്റും തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്ച്ചു വെച്ചത്. ആ സൈഡിൽ പിന്നെ 2 തയ്യലും ഉണ്ട്. ഈ രീതിയിലാണ് കിട്ടിയത്. ഇനി താഴ്വശം നമുക്കൊന്ന് മടക്കി തയ്ക്കണം. ഇതാണ് താഴ്വശം. അത് ഇതുപോലെ ഒരു വട്ടം മടക്കുക, പിന്നെ ഒന്നും കൂടെ മടക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിനും നമുക്ക് വൃത്തിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ടൊന്ന് അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താലും മതിയാവും. അപ്പോൾ സൈഡും താഴ്വശവും ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. താഴ്വശം തയ്ച്ചു വെച്ചിട്ടുണ്ട്, സൈഡും തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ കോർണറിൽ, അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. അവിടെ നിന്ന് തയ്ച്ച് ഇങ്ങനെ മേളിലോട്ട്, ആ സ്ലിറ്റിൻ്റെ മേളിലോട്ട് വന്ന് ഇങ്ങനെ തയ്ച്ച് വന്ന്, അത് ഈ അറ്റത്തുനിന്ന് തന്നെ തയ്ക്കണം കേട്ടോ. അറ്റത്ത് തയ്ച്ച് ഇവിടെ സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഒരു വി ഷേപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് ഇപ്പുറത്തും കൊണ്ടുവരിക. എന്നിട്ട് അവിടെയും താഴ്ഭാഗത്ത് തയ്ക്കുക. ഈ രീതിയിൽ തയ്ച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കും. അപ്പം 4 സൈഡും 2 താഴ്വശവും കംപ്ലീറ്റ് ആവും. അപ്പം ഞാൻ അങ്ങനെ സൈഡ് തയ്ച്ചൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ കണ്ട അറ്റത്തൂടാണ് തയ്ച്ചു വെച്ചേക്കുന്നത്. ഒരിടത്തും തുടങ്ങി അവിടെ തന്നെയാണ് അവസാനിച്ചേക്കുന്നത്. ഇങ്ങനെ വന്നു. 2 യു ഷേപ്പിലാണ് വരുന്നത്. ഒന്ന് ഫ്രണ്ടിലത്തതും പിന്നെ ബാക്കിലത്തെ, അങ്ങനെ 2 യു ഷേപ്പിൽ നമ്മൾ ഒന്നിച്ച് തന്നെ തയ്ച്ചെടുത്തു. അപ്പോൾ തയ്യലെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ലോക്ക് ചെയ്യുന്നതേ ഉള്ളൂ.
അപ്പം ലോക്ക് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ തയ്യൽ കണ്ട നൂലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കുക. ഒന്നല്ല, ഒരു 3-4 വെട്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ സൈഡിലായിട്ട് കൊടുക്കണം. ഇങ്ങനെ എന്നിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ സാധാ മെഷീനിൽ തയ്ക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വളച്ച് തയ്ക്കുള്ളൂ. നമ്മൾ ഇവിടെ തയ്ച്ചില്ലേ, ഇവിടെ തയ്ച്ചതുപോലെ ഇവിടെ ഇങ്ങനെ വളച്ച് തയ്ക്കത്തതേ ഉള്ളൂ. സാധാ മെഷീൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് മെഷീൻ ആണെങ്കിൽ ഇലക്ട്രിക് മെഷീൻ്റെ ലോക്ക് ചെയ്താൽ മതിയാവും. ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. ആകെ ഒരു തയ്യലിനെ കൊടുത്തുള്ളൂ. ഈ രീതിയിലാണ് ടോപ്പ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഷർമെൻറ്റിൽ ആവശ്യത്തിന് ലൂസ് ഇട്ടാണ് മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വട്ടം കൂടി ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലൂസ് ഇട്ടെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ വണ്ണം കൂട്ടണം എന്ന് തോന്നിയാൽ വണ്ണം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.